വിശദമായി നോക്കാം. എറണാകുളം പെരുമ്പാവൂരിൽ മത്സ്യവില്പനയുടെ മറവിൽ കഞ്ചാവ് കച്ചവടം. 7.5 കിലോ കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശി നയീം ഖാനെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെടിച്ചട്ടികൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, എപ്പോഴായിരുന്നു പോലീസിന്റെ പരിശോധന? ഇയാൾ ഒറ്റയ്ക്കായിരുന്നോ കഞ്ചാവ് കച്ചവടം നടത്തിവന്നത്? ഇയാൾ ഒറ്റയ്ക്കല്ല, ഇയാളുടെ കൂടെ മറ്റാളുകൾ ഉണ്ടെന്നുള്ള സൂചനയാണ് പോലീസിന് ലഭിക്കുന്നത്. ഇയാള് ഇവിടെ പെരുമ്പാവൂര് ചെറുവേലി കുന്നില് മത്സ്യ വിൽപ്പന നടത്തുകയായിരുന്നു. ഈ മത്സ്യ വിൽപ്പന സ്ഥലത്തേക്ക് കഞ്ചാവ് എത്തിച്ചത് ചെടിച്ചട്ടിക്കുള്ളിലാക്കിയാണ്. ഈ മത്സ്യ വിൽപ്പന കേന്ദ്രത്തിന്റെ സ്റ്റാളിന്റെ ഉള്ളിൽ തന്നെ ചെടിച്ചട്ടികൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ളിലാണ് കഞ്ചാവ് എത്തിച്ചിരുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ഓട്ടോയ്ക്കാണ് ഈ ചെടിച്ചട്ടികൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇയാളുടെ ഒപ്പം മറ്റു 2 ആളുകൾ കൂടിയുണ്ട് ഈ ചെടിച്ചട്ടികൾ കൊണ്ടുവരുമ്പോൾ. ഇവിടെ ലഹരി വിരുദ്ധ സംഘം ആക്റ്റീവായിരുന്നു. ഈ സംഘമാണ് ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ടുള്ള സൂചനകൾ അവർക്ക് ആദ്യം ലഭിക്കുന്നത്. അവരാണ് പോലീസിന് വിവരം കൊടുക്കുന്നത്. അങ്ങനെ പെരുമ്പാവൂർ പോലീസ് ഇവിടെ എത്തി പരിശോധന നടത്തുന്നു. അങ്ങനെയാണ് 7.5 കിലോ കഞ്ചാവുമായിട്ട് പശ്ചിമബംഗാൾ സ്വദേശി നയീം ഖാനെ പിടികൂടുന്നത്. അതിനുശേഷം ഇയാൾ താമസിക്കുന്ന സ്ഥലത്തും പോലീസ് പരിശോധന നടത്തി. അവിടെ നിന്നും ചെറിയ തൂക്കത്തിലുള്ള കഞ്ചാവ് കണ്ടെത്തിയിട്ടുണ്ട്. കഞ്ചാവിനൊപ്പം ഇയാള് ഇത് കഞ്ചാവ് വിൽപ്പനയ്ക്ക് അത് തൂക്കുന്നതിനൊക്കെ ഉപയോഗിച്ചിരുന്ന ത്രാസുമുണ്ട്. അത് പൊതിയുന്നതിനുള്ള കവറൊക്കെ അവിടെ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എത്ര നാളായി ഇത്തരത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നു, ആരൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഇടനിലക്കാര്, ആർക്കൊക്കെയാണ് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്.